നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ CJ റോയിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടാകുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. അയാളുടെ ആ മരണശേഷം വന്നിരിക്കുന്ന കഥകൾ കേട്ടപ്പോഴേ ശരിക്കും കോരിത്തരിച്ചു പോയി എന്നുള്ളതാണ്. ഒരാൾ പോലും ഇങ്ങനെ ആകരുത് ജീവിതത്തിൽ. നമുക്ക് ജീവിക്കാനുള്ള പണം മാത്രമേ വേണ്ടൂ, അത്യാർത്ഥി വേണ്ട മക്കളെ. ഒരാൾക്ക് പോലും അത്യാർത്ഥി വേണ്ട, നമുക്ക് ജീവിക്കാനുള്ളത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഒരുപാട് പണം കയ്യിലുണ്ട്, സമാധാനമില്ല, വല്ലവൻ്റെയും പണമാണ്. അയാളൊക്കെ ഗമയിൽ പറയുന്നുണ്ട്, എനിക്ക് കടമില്ല, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കലില്ല എന്ന്. ഇതൊക്കെ മറ്റുള്ളവരുടെ പണമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇപ്പോഴേ നമ്മുടെ എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതായാലും മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഞാൻ കേൾക്കാനിടയായി. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കള്ളപ്പണമില്ല, ഞങ്ങൾക്ക് പിന്നാലെ EDയോ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഇല്ല. ചിലർ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. മരിച്ചിട്ടും CJ റോയിയെ ചിലർ വേട്ടയാടുന്നുവെന്ന് TA ജോസഫ് പറയുന്നു. ഇന്നലെയാണ് ഈ വീഡിയോ TA ജോസഫ് പുറത്തുവിട്ടത്. നാളെ മുതൽ കൊച്ചിയിലെ ഓഫീസിൽ താൻ ഉണ്ടാകുമെന്നും ഈ വീഡിയോയിൽ TA ജോസഫ് പറയുന്നുണ്ട്. എന്നാൽ കൊച്ചിയിലേക്ക് ഇപ്പോഴെത്തുന്നത് കർണാടക പോലീസ് സംഘമാണ്. CJ റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസ് സംഘം കൊച്ചിയിലേക്ക് എത്തി. കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അടക്കം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇന്നലെ TA ജോസഫ് അതാണ് പറഞ്ഞത്. CJ റോയിയുടെ മരണത്തെ തുടർന്ന് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പൊ അവരുടെ കുടുംബാംഗങ്ങളാണ് ശരിക്കും പെട്ടുപോയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല സ്ഥലങ്ങളിലും പല കണക്കുകളും ബോധിപ്പിക്കണം, പല കാര്യങ്ങളും ചെയ്യണം. ഇതൊന്നുമില്ലാതെ ഇങ്ങേരം ഒളിച്ചോടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവരുടെ കയ്യിലാണ് മുഴുവൻ. ഇതെങ്ങനെ പറഞ്ഞൊപ്പിക്കണം, എവിടെ പറഞ്ഞൊപ്പിക്കണം എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമെങ്കിലും EDയുടെ ചോദ്യം ചെയ്യലാണ്, അല്ലെങ്കിൽ പിന്നെ IT ചോദ്യം ചെയ്യലാണ്, അവരുടെ സമ്മർദ്ദമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ഇന്നലെ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ജനങ്ങൾ വെറുതെ വേട്ടയാടുകയാണ്, ജനങ്ങൾ വെറുതെ പറയുന്നതാണ്, അദ്ദേഹത്തെ മരണത്തിനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ള തരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാഴ്ച ഓടിക്കാം എന്നാണ് വിചാരിച്ചതെങ്കിൽ അതും തെറ്റിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കർണാടക പോലീസും ഇപ്പോഴേ കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും അവർ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയിക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ നമ്മളെ പിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമോ, റോയി ആണെങ്കിൽ വിഷാദ രോഗത്തിന് വരെ ചികിത്സ തേടിയിരുന്നു. ജയനഗറിൽ എവിടെയുള്ളൊരു ഹോസ്പിറ്റലാണ് ചികിത്സ തേടിയത്. അത് വേറെ ആരുമല്ല പുറത്തുവിട്ടത്, അത് മനോരമ ന്യൂസ് ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു വാർത്ത കൂടി ഒന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ, അതായത് അയാളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് മക്കളെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാമേ. റോയി കൊച്ചിയിലെ പ്രൊജക്ടിന്റെ യഥാർത്ഥ വില മറച്ചതെന്തിന്? വമ്പൻ പദ്ധതികൾക്ക് പണം എവിടെ നിന്നും കിട്ടി? അന്വേഷണം. പ്രമുഖ വ്യവസായി CJ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ SIT കൊച്ചിയിലേക്ക് അടുത്ത ദിവസം സംഘം കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തും. കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകൾ അടക്കമുള്ളവയാണ് പരിശോധിക്കുക. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനു പിന്നാലെ ബാംഗ്ലൂരിലെ പ്രമുഖ ആശുപത്രിയിൽ റോയി വിഷാദത്തിന് ചികിത്സ തേടിയതിന്റെ വിവരവും പ്രത്യേക സംഘത്തിന് ലഭിച്ചു. കുടുംബ പ്രശ്നങ്ങൾ, അടുത്ത കാലത്ത് വിഷാദത്തിന് ചികിത്സയായി സാമ്പത്തിക ഇടപാടുകൾ, ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ തുടങ്ങിയവയാണ് SITയുടെ പ്രധാന അന്വേഷണ വിഷയങ്ങൾ. കുടുംബാംഗങ്ങളാണ് 4 മാസത്തിലേറെയായി റോയി വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന് മൊഴി നൽകിയത്. ബാംഗ്ലൂരിലെ ജയനഗർ 8 ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു ചികിത്സ. അടുത്തിടെ ഉണ്ടായ പ്രൊജക്ടുകളുടെ പ്രതിസന്ധിയും തിരിച്ചടികളുമായിരുന്നു. ഈ പ്രൊജക്ടുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചിരുന്നു. ഇതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധമുള്ള നിക്ഷേപങ്ങളുണ്ടെന്നാണ് സൂചന. കൂടാതെ കൊച്ചിയിലെ പ്രൊജക്ടിൽ യഥാർത്ഥ വില മറച്ചുവെച്ചതോ സംബന്ധിച്ചും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കടം വാങ്ങാതെയാണ് എല്ലാ പ്രൊജക്ടുകളും
നടപ്പാക്കുന്നതെന്നും റോയി പലതവണ അവകാശപ്പെട്ടിരുന്നു. ബാങ്കുകളിൽ നിന്നും വായ്പ പോലും എടുക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വമ്പൻ പ്രൊജക്റ്റുകൾക്ക് എങ്ങനെയാണ് പണം കണ്ടെത്തുന്നതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ ഇതിന് മറുപടി പറഞ്ഞ് നല്ലോണം വെള്ളം കുടിക്കേണ്ടി വരും. അതുപോലെയുള്ള വമ്പൻ കളികളാണ് ഇദ്ദേഹം കളിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് നാള് പിന്നെ ഒരു മനുഷ്യൻ മുതലാളിയായി വിലസുക, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആഡംബര കാറുകൾ വാങ്ങിച്ചു കൂട്ടുക. ഇദ്ദേഹത്തെ വിശ്വസിച്ച് കേരളത്തിലെ ഒരുപാട് പേര്, അതായത് ഇതിലെന്ന് പറഞ്ഞാൽ സിനിമാ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? ഈ മനുഷ്യന്റെ കയ്യിൽ വിശ്വസിച്ചിട്ട് അവരുടെ തുകകൾ മുഴുവൻ കൊടുക്കുന്നു. ഒരു രേഖയോ കാര്യങ്ങളോ ചിലപ്പോഴുണ്ടാവില്ല, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ രേഖയിൽപ്പെടാത്ത പൈസയായിരിക്കും. അങ്ങനെ കൊടുത്ത പൈസ ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റിൽ ഇറക്കുന്നു. അതുമാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ ആഡംബരത്തിനായി ഇദ്ദേഹം ഉപയോഗിക്കുകയാണ്. അവസാനം അവരൊക്കെ പെട്ടെന്ന് തിരിച്ചു ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കിളി പോയത് എന്നാണ് അറിയുന്നത്. അതിനുശേഷം വിഷാദത്തിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്ന ഒരു മുഖംമൂടി മാത്രമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ജനങ്ങളെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ, ഇല്ലെങ്കിൽ CJ റോയിയെ പോലെ ഒരാളുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുകയില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും, നമുക്കൊരു ബാങ്കിൽ ഇട്ടതുപോലെയാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പൈസ അങ്ങോട്ട് ഒഴുക്കിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് റോയിയെ വിശ്വസിച്ചു പോയവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ്. റോയി ആണെങ്കിൽ അത്ഭുതകരമായിട്ട് അങ്ങ് രക്ഷപ്പെടുകയും ചെയ്തു. റോയി കൃത്യമായിട്ട് രക്ഷപ്പെട്ടത് തന്നെയാണ്. ഒരുപക്ഷെ റോയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴും റോയിയെയും കൊണ്ടായിരിക്കും പോലീസ് സംഘം നടക്കുന്നത്. റോയിയെ കൊണ്ട് പല തെളിവെടുപ്പും നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങളും പോലീസുകാർ ചിലപ്പോൾ റോയിയോട് പറയിക്കും. ചിലപ്പോൾ ഇതിലും വലിയ കാര്യങ്ങൾ റോയിയുടെ മനസ്സിലുണ്ടാകാം. റോയിയുടെ മനസ്സിൽ മാത്രം മൂടി വെക്കപ്പെട്ട രഹസ്യങ്ങൾ ഉണ്ടാകാം. ഇതിന്റെ പുറകിൽ താൻ വന്ന വഴികൾ, ആ വഴി വെട്ടിത്തെളിച്ചത്, അതുമുതലുള്ള കാര്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ റോയിയെ കൊണ്ട് പറയിക്കുമായിരുന്നു. പക്ഷെ ഇതെല്ലാം മുൻകൂട്ടി കണ്ട റോയി കൃത്യമായിട്ടും തന്നെ പ്ലാനിങ്ങോട് കൂടിയിട്ട്, അതുമാത്രവുമല്ല എന്തിനായിരുന്നു അവിടെയുള്ള CCTV ഓഫ് ചെയ്തത്, ഇനി ആ ഒരു പ്രശ്നങ്ങളും എല്ലാം കൂടി IT-യുടെ തലയിൽ വെച്ച് കൊടുക്കാം, അങ്ങനെയെങ്കിലും ഇവർ അങ്ങ് പിന്മാറട്ടെ എന്ന് ഓർത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, റോയി ഏതായാലും പോയിരിക്കുന്നത് നന്നായില്ലെങ്കിൽ റോയിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റോയി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുമായിരുന്നു. അത് റോയിക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുപോലെ കുടുംബാംഗങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദാരിദ്ര്യത്തിലേക്ക് വരെ തള്ളിവിടാൻ റോയിക്ക് കഴിയുമായിരുന്നു. ഇപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. റോയി എവിടെയൊക്കെ എന്താ പറയേണ്ടത്, സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പണം മാത്രം മതി, അല്ലാതെ ഇതുപോലെ പിടിച്ചു പറിച്ചിട്ടും അതുപോലെ മറ്റുള്ളവനെ ചതിച്ചിട്ടും വെട്ടിപ്പിടിച്ചിട്ടും ഉണ്ടാക്കിയിട്ട് എന്താണ് റോയി എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ ഇതുവരെ നേടിയത്? അദ്ദേഹം നേടിയത് എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. അദ്ദേഹത്തിന്റെ മരണം ശരിക്കും പറഞ്ഞ കുടുംബത്തിൽ സമാധാനമില്ല, വിഷാദ രോഗത്തിന് അടിമയായി, 6 മാസം മുമ്പ് ചികിത്സ നേടി. ഇതൊക്കെയാ പറയുന്നത്. അദ്ദേഹം വാരിക്കോരി കൊടുത്തത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പണങ്ങളും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവന്റെയും മുതല് മാത്രമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.